ലോക ഫുട്ബോളിലെ കരുത്തന്മാർ തമ്മിൽ ഏറ്റുമുട്ടിയ പോരാട്ടത്തിനൊടുവിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ഫ്രാൻസിനെ മറികടന്ന് സ്പെയിൻ യൂറോ കപ്പിന്റെ ഫൈനലിൽ കടന്നു. തുടക്കത്തിൽ 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് 2 ഗോളുകൾ തിരിച്ചടിച്ച് സ്പെയിൻ വിജയം പിടിച്ചെടുത്തത്. കോളോ മുവാനി ഫ്രാൻസിനായി സ്കോർ ചെയ്തപ്പോൾ ലാമിൻ യമാലും ഡാനി ഒൽമോയുമായിരുന്നു സ്പാനിഷ് സ്കോറർമാർ. ഇംഗ്ലണ്ട് നെതർലൻഡ്സ് രണ്ടാം സെമിഫൈനൽ വിജയികളെ ഞായറാഴ്ച രാത്രി നടക്കുന്ന ഫൈനലിൽ സ്പെയിൻ നേരിടും. മത്സരത്തിൻ്റെ തുടക്കം മുതൽ സ്പെയിൻ ആക്രമിച്ച് കളിച്ചെങ്കിലും ആദ്യ ഗോൾ സ്കോർ ചെയ്തത് ഫ്രാൻസ് ആയിരുന്നു. ഇടതുവിങ്ങിൽ നിന്നും എംബാപ്പെ നൽകിയ മനോഹരമായ ക്രോസിൽ ഹെഡറിലൂടെ മുവാനി ലക്ഷ്യം കണ്ടു. ഗോൾ നേടിയ ശേഷം ഫ്രാൻസ് ആക്രമണങ്ങൾ ശക്തമാക്കുകയാണ് ചെയ്തത്. എന്നാൽ 21-ാം മിനിറ്റിൽ യമാലിൻ്റെ തകർപ്പൻ ഗോളിൽ സ്പെയിൻ സമനില പിടിച്ചു. ഫ്രഞ്ച് ബോക്സിന് വെളിയിൽ നിന്നും യമാലിൻ്റെ ഉജ്ജ്വലമായ ഇടംകാലൻ സ്ട്രൈക്ക് പോസ്റ്റിലിടിച്ച ശേഷം വലയിൽ കയറുകയായിരുന്നു. ഇതോടെ യൂറോ കപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ എന്ന നേട്ടവും യമാലിൻ്റെ പേരിലായി. 4 മിനിറ്റുകൾക്ക് ശേഷം സ്പെയിൻ 2ാം ഗോൾ നേടി ഫ്രാൻസിനെ ഞെട്ടിച്ചു. ഡാനി ഓൽമോയുടെ ഷോട്ട് ഫ്രഞ്ച് പ്രതിരോധ താരം കൊണ്ടയുടെ കാലിൽ തട്ടി പന്ത് വലയിൽ കയറുകയായിരുന്നു. 2ാം പകുതിയിൽ ഗോൾ മടക്കാൻ ഫ്രാൻസ് മരണക്കളി കളിച്ചെങ്കിലും പാറ പോലെ ഉറച്ചു നിന്ന് പ്രതിരോധ നിര സ്പാനിഷ് കോട്ടം കാത്തു. എംബാപ്പയും ഡെംബെലയും തുടർച്ചയായി സ്പെയിൻ ഗോൾമുഖത്ത് പന്തെത്തിച്ച് സ്പാനിഷ് പ്രതിരോധത്തിന് പിടിപ്പത് പണിയുണ്ടാക്കി. 86-ാം മിനിറ്റിൽ ലഭിച്ച അവസരം മുതലാക്കാൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞതുമില്ല. ഒടുവിൽ ഫ്രഞ്ച് ആരാധകരെ നിരാശരാക്കി സ്പെയിൻ 5ാം യൂറോ കപ്പ് ഫൈനലിലേക്ക് ചുവടുവെച്ചു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.